അല്ല, എനിക്കറിയേണ്ടത് താങ്കളുടെ ഡോക്ടറേറ്റ് വ്യാജമാണ്, ശരിയല്ലേ? അത് ഇപ്പൊ നിങ്ങൾ തെളിയിക്കൂ, എനിക്കറിയില്ല. ഞാൻ അതിന്റെ പുറകെ പോയിട്ടില്ല. അല്ല, ഗുഡ്വിൽ സർവകലാശാല എന്ന് താങ്കൾ പറഞ്ഞു, പക്ഷേ അത് സർവകലാശാല അല്ലാതെ താങ്കൾ തന്നെ പറഞ്ഞു. കമ്മീഷനെ വെക്കാം. പ്രൈവറ്റ് ഏജൻസിയുടെ PhD ആണെന്ന് പറഞ്ഞു. അങ്ങനെയല്ല, പ്രൈവറ്റ് ഏജൻസിയുടെ ഡോക്ടറേറ്റ് ആണെന്ന് പറഞ്ഞു. അതായത് ഗുഡ്വിൽ യൂണിവേഴ്സിറ്റി. ഞാനൊരു കാര്യം ചെയ്യാം. ഇത്തരം ആളുകളെ നമ്മളെ ഡോക്ടറേറ്റ് നൽകി ആദരിച്ച ആളുകളുടെ ഡീറ്റെയിൽ നിങ്ങൾക്ക് തരാം. നിങ്ങൾ നേരത്തെ ഏതെങ്കിലും ഒരു ഹിന്റ് തന്നെങ്കിൽ ഞാൻ ആ നമ്പറെല്ലാം എടുത്തിട്ട് വന്നേനെ. നിങ്ങൾക്ക് നേരിട്ട് തന്നെ തരാം. നിങ്ങൾക്ക് തന്നെ വിളിച്ച് അന്വേഷിക്കാം ഏത് തരത്തിൽ അവർ അംഗീകൃതം ഉണ്ടോ, അല്ലെങ്കിൽ ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന്. ഞാൻ അന്വേഷിച്ചപ്പം ഈ ഡോക്ടറേറ്റ് എന്ന് പറയുന്ന PhD ഡോക്ടറേറ്റ് എന്നുള്ള ഒരു സെക്കൻഡ് അരുൺ, താങ്കൾ അമേരിക്കയിൽ പോയതിനു ശേഷമാണോ ഡോക്ടറേറ്റ് കിട്ടിയത്? ഞാൻ അമേരിക്ക കണ്ടിട്ടുകൂടിയില്ല. അതായത് ഞാൻ പറയട്ടെ അരുൺ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് നിങ്ങൾ എന്നെ വലിച്ചിടരുത്. ഇതിപ്പം ക്രെഡിബിലിറ്റി ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പക്ഷേ ഞാൻ അതിലേക്കൊന്നും പോയില്ല. താങ്കൾക്കെതിരെ താങ്കളുടെ PhD എന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ്. അതവിടെ നിന്നോട്ടെ. ഒരു സെക്കൻഡ്, അത് നോക്കൂ, താങ്കളുടെ PhD വ്യാജമാണ് എന്നുള്ളത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്ക് മനസ്സിലായി. അതുകൊണ്ട് താങ്കൾ ഉന്നയിച്ച ആരോപണം റദ്ദാക്കപ്പെടുന്നില്ല. ഇനി എന്റെ ചോദ്യം അത് വ്യാജമാണെന്നുള്ള കാര്യത്തിൽ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ബോധ്യമാണ്. നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനൊരു യൂണിവേഴ്സിറ്റി താങ്കൾക്ക് കേരളത്തിൽ വെച്ച് പുരസ്കാരം നൽകുക എന്നുള്ളത് ഒരു വലിയ തമാശയാണ്. ദയവ് ചെയ്ത് താങ്കളുടെ പേരിന് മുൻപിൽ നിന്ന് അതെടുത്ത് മാറ്റുന്നതാണ് നല്ലത്. താങ്കളുടെ ഇഷ്ടം. ഒരു കാര്യം അതവിടെ നിൽക്കട്ടെ. ഇനി താങ്കളുടെ ആരോപണത്തിലേക്ക് എത്തിയാൽ, താങ്കളുടെ ആരോപണം ചെയ്യുന്നവരെ അംഗീകരിക്കുന്ന ഒരു ശരി, താങ്കളുടെ Debate with Arun Kumar.